ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടന ടെസ്റ്റ് ബഹിഷ്കരണത്തിന് പുറമെ പരിശീലനങ്ങളും നിർത്തിവെക്കും. ഈ മാസം 13-ന് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. അതേസമയം സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങൾ. രോഹിണി, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 13-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നാണ് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനവും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമായിരിക്കും നടത്തുക. RTO ഓഫീസുകളും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമര പരിപാടികളിലേക്കാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമതായി പരിഷ്കരിച്ച ഉത്തരവിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഗതാഗത വകുപ്പിന്റെ സർക്കുലറിലെ നിബന്ധനകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന അസോസിയേഷൻ ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത്. 40 പേരെന്ന സ്ലോട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല. ഹാൻഡ് സിഗ്നൽസുകളുടെ കാര്യത്തിൽ മാറ്റം വരുത്തുക, റോഡ് ടെസ്റ്റിന്റെ പരിഷ്കരണം അംഗീകരിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ചില പ്രാദേശികമായിട്ടുള്ള ഇടങ്ങളിൽ പോലും ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിശീലിപ്പിക്കുന്നുണ്ട്. അതും തടഞ്ഞുകൊണ്ടുള്ള സമര പരിപാടികളിലേക്കായിരിക്കും മുന്നോട്ട് പോകുന്നത്. CITUവിന്റെ നേതൃത്വത്തിൽ CITU ആയിരുന്നു ആദ്യം സമരവുമായി മുന്നോട്ട് വന്നു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ CITU സമരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ഇത്തരത്തിൽ ഒരുപക്ഷെ ആക്ഷേപമുയർത്തുന്നതാണെന്ന് ഉള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്തായാലും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്കാണ് അസോസിയേഷൻ കടക്കുന്നത്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.